നമസ്കാരം. മറക്കാറായിട്ടില്ല കൽപ്പറ്റയിലെ റോഡ് ഷോ. പ്രിയങ്കയ്ക്കൊപ്പം പത്രിക നൽകാൻ വയനാടൻ ചുരം കയറിയ രാഹുൽ ഗാന്ധി ഏപ്രിൽ 17-ന് വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് വരികയാണ്. VVIP സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ മറ്റു സ്ഥാനാർത്ഥികളെ പോലെ എപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടാവില്ല. വയനാട് ഇനിയുമേറെ മുന്നേറാനുള്ള ഒരു ജില്ല കൂടിയാണ്. കുറിച്യ സമുദായത്തിൽ നിന്നും ആദ്യമായി സിവിൽ സർവീസ് ജയിച്ചു കയറിയ ശ്രീ ധന്യ സുരേഷ് അത്ഭുതമാകുന്നതും അതുകൊണ്ട് തന്നെ. ഇല്ലായ്മകളിൽ നിന്നും കെട്ടിപ്പൊക്കിയ വിജയം. ആദിവാസി പ്രശ്നങ്ങൾ, കാർഷിക മേഖലയുടെ ഉണർവ്, പ്രളയ പുനരധിവാസം, വികസനം, അങ്ങനെ പരിഹാരം കാത്ത് എത്ര വിഷയങ്ങൾ. അമേഠിയിൽ ജയിച്ചു കയറിയാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമോ എന്ന ആശങ്ക മാറ്റി നിർത്തിയാൽ തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് വയനാട്ടുകാർ രാഹുലിന്റെ വരവിനെ കാണുന്നത്. ഇപ്പം നല്ല ദിവസമാണ്. പിന്നെ ശമ്പളം ഇല്ല, ഒന്നുമില്ല. അതായത് ഇപ്പം ഞങ്ങൾ ആരനോടെ കടമൊക്കെ മേടിച്ചിട്ട് വേണം ഞങ്ങൾ ഇതാക്കണേ. പിന്നെ ആധാറിൻ്റെ അറിയണം. ഇപ്പോൾ സർവീസൊക്കെ എഴുതാൻ പോണത്, ഇപ്പോൾ സർവീസ് എഴുതിയവരതൊക്കെ ഇനിയിപ്പോൾ ആധാർ പോയി ശരിയാക്കണം, എന്നാലേ പൈസ കിട്ടുള്ളൂ. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 25-ാം തീയതിയാണ് ഞങ്ങൾക്കിപ്പോൾ ശമ്പളം വരുന്നത്. എല്ലാ എസ്റ്റേറ്റിലും നേരത്തെ ശമ്പളം കൊടുക്കുന്നുണ്ട്. എല്ലാവരും വരുമ്പോൾ പറയും, ഇതാ ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പറയും, നിങ്ങൾ എന്തായാലും വോട്ട് നിന്നോളി, ഞങ്ങൾ 600 റുപ്യ കൂലി മേടിച്ച് തരാമെന്നൊക്കെ. വരുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു പോകും, പക്ഷെ ഒന്നും കിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ വോട്ട് ചെയ്യാൻ പോകാനും ഞങ്ങൾക്ക് പിന്നെ മടിയാണിപ്പോൾ. ഞാൻ LDF ആണ്. പക്ഷേ LDFും കണക്കാ, UDFും കണക്കാ, എല്ലാം കണക്കാണ്. ഇപ്പം ആർക്കും ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ്. രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്, അവിടെ നല്ലത്. ഇപ്പോൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 സ്ഥലത്ത് മത്സരിക്കുമ്പോൾ 2ഉം ജയിച്ചിട്ടുണ്ട്. ഇവിടെ രാജിവെച്ചിട്ട് അവിടെ പോകും. അവിടെ ചെയ്യാത്തവരെങ്ങനെ ഇവിടെ വന്ന് ഇത്രയും ഇതുണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്? ഞങ്ങളെന്തേ മലയാളം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ? ഞങ്ങൾ ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. ഹിന്ദി ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയോ? അപ്പോൾ ഒരാളവിടെ പറഞ്ഞാലല്ലേ അവർ ഇതാക്കുള്ളൂ. എല്ലാവരും കണക്കപ്പോൾ ആരും വിശ്വാസമല്ല. വയനാട്ടിലെ തോട്ടം തൊഴിലാളികളെ ഏറ്റവും അധികം അലട്ടുന്ന കൂലി പ്രശ്നം രാഹുലിന്റെ വരവോടെ അവസാനിക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ. കൃത്യമായിട്ട് അങ്ങ് ശമ്പളം കിട്ടുന്നില്ല. ആദ്യമൊക്കെ 10-ാം തീയതി കിട്ടിയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30-ാം തീയതിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ 29-ാം തീയതി ഒക്കെ ആയിരിക്കും. ചിലവാസ് പറഞ്ഞിട്ട് ഒരു 6 പണിയെടുത്താൽ 200 റുപ്യ തന്നിരുന്നു. ആ 200 ഞങ്ങൾക്ക് കിട്ടാതായി ഞങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കി. അത് ശമ്പളത്തിൽ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് കണക്ക് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ രാവിലെ 7 മണിക്ക് ഞങ്ങളിവിടെ ഒന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-1:30 ആകുമ്പോഴേക്ക് ഞങ്ങളെ തൂക്കി വിട്ടുതരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കൂലി വെക്കണില്ല. ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് ഒരു 50 റുപ്യ ഞങ്ങൾക്ക് കൂട്ടി തന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ കൂലി ഒരു 300 ഒപ്പിച്ച് പോവാം. അത്ര തന്നെ ഉള്ളൂ. ഈ ജനപ്രതിനിധികളൊക്കെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല. അവരിങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഒരു സംഗതിയില്ല. ഒരു മഴക്കാലത്തിൻ്റെ അല്ലേ ഒരു സൗജന്യ റേഷൻ പോലും ഞങ്ങൾക്ക് കിട്ടലില്ല. പിന്നെ അപ്പം ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം? ഞങ്ങളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി കൊണ്ട് വന്നപ്പോൾ ഞങ്ങളൊരു എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നുള്ളത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർട്ടിയിലൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഒരു പാർട്ടിയില്ല, ഒരു പാർട്ടീൻ്റെ മെമ്പർഷിപ്പും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു വ്യക്തിത്വം മാത്രം നോക്കും. രാഹുൽ ഗാന്ധിയെ കണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ സന്തോഷം ഞങ്ങൾക്ക് അടക്കാൻ വയ്യ. അതിന് വിധി പോലെ വരും, അന്നത്തെ ദിവസം പോലെ. ചിലപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. തേയിലത്തോട്ടങ്ങളിൽ 27 കിലോയാണ് ഒരു തൊഴിലാളി നുള്ളിയെടുക്കേണ്ടത്. 332 രൂപയാണ് കൂലി. 2 മാസത്തേക്ക് 50 രൂപ കൂട്ടിക്കിട്ടി. ഇത് സ്ഥിരമാകുമോ അതോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറ്റിക്കുമോ എന്നൊക്കെയാണ് അവർക്കറിയേണ്ടത്. 400 രൂപയെങ്കിലും കിട്ടണം. അത് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, ചൂടാണ്. ഞങ്ങൾക്ക് പേരിന് പോലും ചപ്പ് കിട്ടാനില്ല. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. കുടിക്കാൻ വെള്ളം പോലും ഇല്ല. അത്രയും വിഷമത്തിലാണ്. പണിയെടുക്കാൻ കഴിയുന്നില്ല. അത്രയും ചൂടാണ്. സഹിക്കാൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പം പ്രശ്നങ്ങൾ പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റ് ശമ്പളങ്ങൾ ഇല്ല. ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് വാഗ്ദാനങ്ങൾ നൽകാറുണ്ടല്ലോ, എന്തെങ്കിലും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്ര നമുക്ക് പറഞ്ഞൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല.
ഇത്തവണ നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സാധ്യത? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-നെ സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? അവരാണ് ഭരിക്കാൻ നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അത്ര ഒരു ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു? ഗുണമുണ്ടാകും എന്നാണ് വിശ്വാസം. തങ്ങളുടെ ജീവിത നിലവാരം ആരുയർത്തുന്നുവോ അവർക്ക് വോട്ടു ചെയ്യും എന്നാണ് സ്ത്രീ തൊഴിലാളികൾ ഏറെയും പ്രതികരിക്കുന്നത്. കിട്ടുന്ന കൂലി പച്ചമത്തി വാങ്ങാൻ പോലും തികയാത്തതുകൊണ്ട് ഉണക്കമീൻ വാങ്ങിയാണ് ഇവിടുത്തുകാർ ഊണു കഴിക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ രാഹുൽ ഗാന്ധി താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരണം, തോട്ടങ്ങളിലേക്ക് ഇറങ്ങണം, പ്രശ്നങ്ങൾ അറിയണം. തങ്ങൾക്കായി വീട് വയ്ക്കാനുള്ള പദ്ധതി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, ഇക്കാര്യങ്ങളിലൊന്നും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ശ്രദ്ധയില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി. ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പണിയെടുക്കുക തിന്നുക, വേറെ ഒരു വഴിയില്ല. ഞങ്ങൾക്ക് കാശൊക്കെ കിട്ടുന്നുണ്ടോ? എവിടുന്ന് കിട്ടുന്നത്? ഈ വരുന്ന ഈ സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാറുണ്ടല്ലോ, അത് ആരും തന്നിട്ടില്ല, ആരും തരുന്നില്ല. ഇത്തവണത്തെ വോട്ട് എന്തായിരിക്കും? വോട്ട് ഇനിയിപ്പോൾ വോട്ടിന് തന്നെ വന്നാൽ വോട്ടിന് എങ്ങനെ ഞങ്ങൾ വരിക? വണ്ടിക്ക് കൂടി പൈസ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ വരിക? ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ട. ഇതിങ്ങനെ വെയിലും ചൂടില്ലാതെ നയിച്ചിട്ടാണല്ലോ ഞങ്ങളെ ഈ തിന്നണത്. പ്രളയം കൂടി വന്നതോടെ എല്ലാം താറുമാറായി. 1 വർഷം പിന്നിടുന്നു. ഇനിയും കരകയറ്റാൻ പ്രത്യേക പദ്ധതികളില്ല. ഒരു കാലത്ത് കർഷകാത്മഹത്യകൾ കൊണ്ട് ശ്രദ്ധേയമായ സ്ഥലമായിരുന്നു വയനാട്. ഇവിടുത്തെ കർഷക ആത്മഹത്യകൾ കണ്ടാണ് UPA സർക്കാർ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയ തീരുമാനത്തിലേക്ക് വരെ എത്തിയത്. ഇത് വോട്ടാക്കി മാറ്റാനും സാധിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന സമ്പൂർണ്ണ തൊഴിലുറപ്പ് പദ്ധതി ഗുണകരമായി ഭവിച്ചതും വയനാട് ജില്ലയിൽ തന്നെ. രാഹുൽ എത്തുമ്പോൾ എളുപ്പം പരിഹരിക്കുമെന്ന് വയനാട്ടുകാർ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലൂടെയുള്ള രാത്രികാല യാത്രാ നിരോധനമാണ്. കർണാടകത്തിൽ കോൺഗ്രസ് ദൾ സർക്കാർ ഭരിക്കുമ്പോൾ രാഹുലിന് ഇക്കാര്യം എളുപ്പത്തിൽ നടപ്പിലാക്കാമെന്ന് കരുതുന്നവർ ഏറെ. ആരോഗ്യ മേഖലയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം. ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത നാട്ടിൽ എയിംസ് അടക്കം കൊണ്ടുവരാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്ന് കരുതുന്നവരും ഏറെ. പ്രളയാനന്തര വയനാട് ആകെ തകർന്നിരിക്കുകയാണ്. രാത്രി യാത്രാ നിരോധനം നീക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത ഇപ്പോഴും യാഥാർത്ഥ്യമല്ല. ഇങ്ങനെ ഏറെ മുന്നേറാൻ കാത്തിരിക്കുന്ന പ്രദേശത്തിന്റെ രക്ഷകനാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഇതൊരു സുവർണ അവസരം തന്നെയാണെന്ന് വയനാട്ടുകാർ ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു. മറുനാടൻ TV, വയനാട്.